ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ട് ഒരു പുതിയ UPI ആപ്പ് ഇറക്കിയിട്ടുണ്ട്. സൂപ്പർ മണി എന്നൊരു UPI ആപ്പ് ഇറക്കിയിട്ടുണ്ട്. സൂപ്പർ മണി ബൈ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിന്റെ ഒരു സാഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഇപ്പോൾ ആൻഡ്രോയിഡ് മാത്രമേ ഉള്ളൂ, iOS-ന് അവൈലബിൾ അല്ല. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ, നമുക്ക് UPI പേയ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മർച്ചന്റ് ട്രാൻസാക്ഷന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. മർച്ചന്റ് ട്രാൻസാക്ഷന് QR കോഡ് ആയാലും ഏതായാലും നമുക്ക് മർച്ചന്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 100 രൂപ ചെയ്തപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് മർച്ചന്റ് ട്രാൻസാക്ഷൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. മർച്ചന്റുകാരുടെ QR കോഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല. ഇപ്പോൾ എന്താ പറയുക, പേഴ്സണൽ QR കോഡൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇത് ഈ ആപ്പിന്റെ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് ഞാൻ ഇതിൽ കുറെ തപ്പി. ഞാൻ ആദ്യം നോക്കിയപ്പോൾ നമ്മുടെ ഐഫോണിൽ കുറെ നോക്കി, ഐഫോണിൽ കാണാനില്ല സാധനം. ഞാൻ ലാസ്റ്റ് നമ്മുടെ ആൻഡ്രോയിഡിലാണ് നോക്കിയത്. അപ്പൊ ആൻഡ്രോയിഡിൽ നോക്കിയപ്പോൾ സംഭവം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡും UPI ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നമ്മുടെ ഫോൺ നമ്പർ ത്രൂ രജിസ്റ്റർ ചെയ്തിട്ടാ. അപ്പൊ ഞാൻ ഇതിന്റെ സംഭവം ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ ലോഗോ എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് സാധനം കണ്ടോ. ഇതെന്റെ S23 ആണ്. അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ. ഇതാണ് കണ്ടോ സൂപ്പർ മണി. അപ്പൊ ഇതിന് ഞാൻ ഫിംഗർ പ്രിന്റ് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ സംഭവം ലോഗിൻ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഇതാണ് ഒഫീഷ്യൽ. ഇവരുടെ കുറെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്നുണ്ടായിരിക്കും കണ്ടോ. കാർഡ്സ്, ഡെപ്പോസിറ്റ്, ക്യാഷ്. ഇവര് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, UPI ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 9% ഇൻട്രസ്റ്റ് ഓൺ FD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഫോക്കസ് ആവും സോണിയെ, അതാ കണ്ടോ. പിന്നെ ക്യാഷ്, അതായത് ലോൺസുകളും പ്രീ അപ്രൂവൽ ലോൺസുകൾ കണ്ടു, ഇതും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റിവാർഡ്സ്, ഇതിൽ ഇവിടെയാണ് നമുക്ക് ക്യാഷ് ബാക്ക് സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സംഭവമാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡിന് ആൾക്കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ, എനിക്ക് ആക്ച്വലി എൻ്റെ 2 നമ്പറിലും ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം നമ്മുടെ മെയിൻ ബാങ്ക് അക്കൗണ്ട് നമ്പറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡാണ് UPI ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമുക്കിവിടെ സെൻഡ് മണി ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെന്തത്, ചെക്ക് ബാലൻസ്, അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഓൺ ഓൾ UPI മർച്ചന്റ് ട്രാൻസാക്ഷൻ ഗെറ്റ് അപ് ടു 5% ക്യാഷ് ബാക്ക്. അപ്പോൾ ഗെറ്റ് അപ് ടു 5% ആണ് കേട്ടോ. അത് എത്ര വേണമെങ്കിൽ ആവാം. 5% തന്നെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഓഫർ എന്ന് പറയുന്നത് ഓൺ യുവർ നെക്സ്റ്റ് ഫ്ലിപ്കാർട്ട് COD ഓർഡർ ഗെറ്റ് ഫ്ലാറ്റ് 10% ക്യാഷ് ബാക്ക്. COD ഓർഡർ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് പേ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മിന്ത്ര COD ഓർഡറിലാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് 10% ക്യാഷ് ബാക്ക്. ഫ്ലാറ്റ് ആണ് കേട്ടോ, കറക്റ്റ് 10% കിട്ടും. പിന്നെ അടുത്ത ഷോപ്സി COD ഓർഡർ ആണെങ്കിൽ അതും 10% കിട്ടുന്നുണ്ട്. റിസീവ് മണി ഫ്രം എനി UPI ആപ്പ്, അതൊക്കെ നമ്മൾ നോർമൽ പോലെ തന്നെ. റിസീവ് മണി ഫ്രം എനി UPI ആപ്പ് ആണ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്പർ സംഭവം കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി അപ്കമിങ് പ്രോഡക്ട്സ് അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാട്ടോ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്താണ്. യെസ് ബാങ്കും അതുപോലെ തന്നെ UPIയും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടും കൂടി ടൈപ്പ് ചെയ്ത് ഇറക്കിക്കുന്ന ഒരു ആപ്പാണ് സംഭവം. ഇതിന്റെ ലിങ്ക് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ലിങ്ക് തോന്നുന്നു, എനിക്ക് ലിങ്ക് ഇതിന്റെ ഒന്നും കാണാനില്ല. ഇതില് ഇല്ല, ലിങ്ക് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ എന്താ പറയാ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സൂപ്പർ മണി അടിച്ചു കൊടുത്താൽ മതി, കിട്ടുന്നു. ഇല്ല, ലിങ്ക് ഒന്നും ഇല്ല കേട്ടാ. കുഴപ്പമില്ലാത്ത സംഭവമാണ്. നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. ഇപ്പൊ ക്രെഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രെഡ് വലിയ ക്യാഷ് ബാക്ക് സംഭവമൊന്നും തരുന്നില്ല. ഭയങ്കര കുറച്ചിട്ടുണ്ട്. ക്യാഷ് ബാക്കിന് പറയാൻ ഫുള്ള് പോയിന്റ്സ് സംഭവമൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് ക്രെഡ് ഉപയോഗിക്കാനെന്ന് വെച്ചാൽ ബാക്കി ഗൂഗിൾ പേ ആയിട്ടൊക്കെ എന്തുകൊണ്ടല്ല. ഗൂഗിൾ പേ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. കണ്ട ആവശ്യമില്ലാത്ത കുറെ വൗച്ചേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതിനായിട്ട് പിന്നെയും ഭേദം. എന്തായാലും ഇനി ഇതിലേക്കൊന്ന് മാറ്റി വെക്കണം. പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഈ നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പ്രൈമറി നമ്പറിലാണ് ക്രെഡിറ്റ് കാർഡൊക്കെ രജിസ്റ്റർ ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാവുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. ആ സിം അതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പർപ്പസ് ആയിട്ട് പലത്തെ ബാങ്ക് ആപ്പുകളും UPI ആപ്പൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ഇതിലാകെ ജിയോ പേയ്മെന്റ് ബാങ്ക്, അത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ വേറെ ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല ഈ നമ്പറിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോർമലി നിങ്ങൾക്കറിയാം UPI ക്രെഡിറ്റ് കാർഡാണ് മിക്കവാറും ഉപയോഗിക്കാറ്. അപ്പോൾ കുറവായിരിക്കും. അപ്പൊ സാധനം പക്ഷെ നല്ലതാണ്. എന്താ വെച്ചാൽ പ്രൊമോഷണൽ ഓഫർ ആയിട്ടായിരിക്കണം. 5% അപ് ടു 5% ക്യാഷ് ബാക്ക് ആയിട്ട് വന്നേക്കാം. എന്തായാലും നല്ലതല്ലേ. നമുക്ക് 1% പോലും കിട്ടിയാലും നല്ലതാണ്.
അപ്പോൾ ഇങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോട്ടാ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ക്രെഡ് തന്നെയാണ്. പിന്നെ ഭേദം ക്രെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തായാലും അതിന്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിന്റെ ലിങ്ക് ഒന്നും കാണാല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തപ്പേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഒരു 3ാം ചാനൽ GHH വേൾഡ് കാണാത്ത പോയി കണ്ടുനോക്കുക. നമ്മളതിൽ ന്യൂസുകളാണ് ചെയ്യുന്നത്, ഫൈനാൻഷ്യലും ടെക്നിക്കലും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളതിൽ ലിങ്കുകൾ സംഭവം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട, gemji.banksupport.in. നിങ്ങൾക്ക് അതിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ ആണ് ഇട്ടേക്കുന്നതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ വിത്തോടെ ഇൻകം പ്രൂഫ് തന്നെ അപ്രൂവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.